നിത്യതയിലേക്ക് ആശ്വസിച്ചിടാൻ പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. സൈന്യത്താലല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. പാട്ടുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. പാട്ടുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. ചുട്ടോളമല്ല ആരയോളം പോരാ വലിയൊരു ജീവനദിയൊഴുകാൻ. പാദപിടത്തിലായിരിക്കാൻ സർവശക്തനായ സർവകൃപാലുവായ ദൈവം ആയുസ്സിൻ്റെ ഒരു ദിനം കൂടെ ഒരുക്കിയതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും അഭിഷക്തമാർക്കും പിതാക്കന്മാർക്കും മാതാക്കന്മാർക്കും ക്രിസ്തയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഇന്ന് പകൽക്കാലം ഒരു കോട്ടയായിരിക്കട്ടെ. അല്പനിമിഷം ചിന്തയ്ക്കായി പ്രവാചകന്മാരുടെ പുസ്തകം, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 59 അധ്യായം അതിൻ്റെ 1 വാക്യം ഇങ്ങനെ വായിക്കുന്നു: രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. നമുക്കെല്ലാവർക്കും ഈ വാക്യം അറിയാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ്. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വലിയ മഹത്വം വെളിപ്പെടുന്ന ഒരു ശുശ്രൂഷയാണ് ഇതിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ആമേൻ തരുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ യേശുപ്പച്ചൻ്റെ പാദപീഠത്തിൽ കടന്നു വന്ന ദൈവജനത്തോടൊരു ദൂത് പറയട്ടെ. ആമേൻ. നമ്മൾ എത്രത്തോളം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമോ അത്രത്തോളം കർത്താവിന് നമ്മെ വിടുവിപ്പാനുണ്ട്. അങ്ങനെയെങ്കിൽ ഈ 59 അധ്യായത്തിലേക്ക് ഒരു പറയുന്നത്, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല. സ്തോത്രം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വാക്യത്തിൻ്റെ ആ ഒരു ആഴത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, സ്തോത്രം, ഇവിടെ ഒന്ന്, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഇതിനകത്തുനിന്ന് നിങ്ങൾ രക്ഷിക്കണമെങ്കിൽ കർത്താവിന് മാത്രമേ കഴിയൂ. ഇപ്പോൾ നമുക്കറിയാം, ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്ന പാപങ്ങൾ, അകൃത്യങ്ങൾ, വിഗ്രഹാരാധനകൾ, ആമേൻ, ആ വിഗ്രഹത്തെ സേവിക്കുന്നത്, വിഗ്രഹാർപ്പണം തിന്നുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ആമേൻ ജനം മുമ്പിലോട്ട് വരുമ്പോൾ യഹൂദന്മാർ, ആമേൻ, യഹൂദാജനം ഉണ്ടല്ലോ, യഹൂദാജനം സ്തോത്രം, ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് ആമേൻ യഹൂദന്മാർ എന്ത് ചെയ്തു? വിഗ്രഹത്തെ സേവിക്കുന്നു. അപ്പോൾ യഹൂദന്മാർ വിഗ്രഹത്തെ സേവിക്കുന്നത് കൊണ്ട് അവർ വിഗ്രഹത്തിൻ്റെ അടുത്ത് പോയി കുമ്പിട്ടിട്ടും അവർക്കൊന്നും ആമേൻ നടക്കുന്നില്ല. ആമേൻ, അവർക്കൊന്നും നടക്കുന്നില്ല. അവരെത്രത്തോളം വിഗ്രഹത്തെ കുമ്പിടുമോ അത്രത്തോളം അവർക്ക് പ്രശ്നങ്ങൾ നേരിടുന്നതല്ലാതെ. നമുക്കറിയാം, 57:13 വായിക്കുന്നു: നീ നിലവിളിക്കുമ്പോൾ നിന്റെ വിഗ്രഹ സമൂഹം നിന്നെ രക്ഷിക്കയില്ല. സ്തോത്രം. ആമേൻ. രക്ഷിക്കട്ടെ? ഒരിക്കലും രക്ഷിക്കത്തില്ല. അപ്പോൾ ജനം, നമുക്കറിയാം, ജീവന്റെ ഉറവയായ ക്രിസ്തുവിനെ ഉപേക്ഷിച്ചിട്ട് അവർ പൊട്ടക്കിണറുകൾ തേടിപ്പോകുന്നു. അതുപോലെയാണ് രക്ഷിക്കപ്പെട്ട ദൈവജനം വിടുതലിന് വേണ്ടി ഓടുന്നത്. സ്തോത്രം. ഏതെങ്കിലും തരത്തിൽ കൂടെ വിടുതൽ പ്രാപിക്കണം, ജയം പ്രാപിക്കണമെന്ന്
മുമ്പിലോട്ട് പോകുമ്പോൾ വചനം പറയുന്നു, വളഞ്ഞ വഴിയിൽ ഒരിക്കലും വിടുതൽ പ്രാപിക്കാൻ കഴിയില്ല. ഒറ്റ മാർഗമേ ഉള്ളൂ, കർത്താവിൻ്റെ മുൻപിൽ പൂർണ്ണമായി സമർപ്പിക്കുക, പ്രാർത്ഥിക്കുക, ആരാധിക്കുക. ഇതാണ് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും. അതിലേക്ക് ജനം കടന്നു വരുന്നില്ല എന്നുള്ള സത്യമാണ് നമ്മൾ ഇന്ന് പകൽക്കാലം കാണുന്നത്. നോക്കിക്കേ, ഇവിടെ കർത്താവിൻ്റെ കരം ഒരിക്കലും കുറുകിയിട്ടില്ല. എവിടെയെല്ലാം ജനം വിളിച്ചിട്ടുണ്ടോ നമുക്കറിയാം. താണുപോയ പത്രോസിനെ കർത്താവ് കരം കൊടുത്ത് പത്രോസിനെ ആ താഴ്ചയിൽ നിന്നും തന്നെ ഉയർത്തി നിർത്തിയ ഒരു ദൈവമുണ്ട് കേട്ടോ. കാരാഗ്രഹത്തിൽ അകപ്പെട്ടു പോയ തൻ്റെ ഭക്തന്മാരെ, തീച്ചൂളയ്ക്കകത്ത് അകപ്പെട്ടു പോയ തൻ്റെ ഭക്തന്മാരെ അവിടെയെല്ലാം ദൈവത്തിൻ്റെ കരം ഇറങ്ങിച്ചെന്നില്ലേ? സ്തോത്രം, ഹല്ലേലൂയ. എന്തിനേറെ 2000 ലഹ്യവും ബാധിച്ച് ആർക്കും ബന്ധിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനെ കർത്താവ് അവൻ്റെ ബന്ധനത്തെ അഴിച്ചു, അവനെ പുറത്തു കൊണ്ടുവന്നില്ലേ? ഇതിൻ്റെയൊക്കെ ആഴമെന്ന് പറഞ്ഞാൽ കർത്താവ് ഒരിക്കലും നിലവിളി കേട്ട് കടന്നു പോകുന്ന ദൈവമല്ല. സ്തോത്രം. അവിടെ നിന്ന് അവരെ വിടുവിപ്പാൻ കർത്താവ് ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവത്തിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. ഇവിടെ പാപത്തിൽ നിന്ന് എങ്ങനെ അവർ പുറത്തു വരും? പാപം അവർ പാപത്തിനകത്ത് കിടന്ന്, അവർ അകർത്യത്തിനകത്ത് കിടന്ന് ദൈവത്തെ, പ്രൈസ് ദി ലോർഡ്, അവർ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതോടെ 41-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാം വാക്യം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കണ്ടോ? അടുത്ത് 41-10 പറയുന്നത്, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. കണ്ടോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ജനത്തിന് ദൈവം ആലോചന കൊടുക്കുക, എൻ്റെ നീതിയുള്ള വലം കൈ. ആ വലം കൈ നിന്നെ താങ്ങുക മാത്രമല്ല, നിന്നെ വിടുവിച്ച് നിന്നെ പുറത്തെടുക്കും. സ്തോത്രം. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞെ, നിങ്ങൾ ഏത് വിഷയത്തിന് മധ്യയാണോ നിങ്ങളായിരിക്കുന്നെങ്കിലും, നിങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത വിഷയമാണെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങൾ നിലവിളിക്കൂ. കർത്താവിന് കൈ കുറുകിയിട്ടില്ല. അവൻ നിങ്ങളുടെ സകല വിഷയങ്ങളും ഏറ്റെടുക്കുന്ന ദൈവമാണ്. ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഏത് വിഷയത്തിലാണോ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നത്, യഹോശാഫാത്ത് ഒരിക്കൽ പറയും, കർത്താവേ, ബലവാനും ബലഹീനും തമ്മിൽ യുദ്ധമുണ്ട കാര്യം ഉണ്ടായാൽ ബലഹീനം സഹായിപ്പാൻ നീ അല്ലാതെ മറ്റാരുമില്ല എന്ന് ഉറക്കെ നിലവിളിച്ചു കരഞ്ഞ ഒരു മനുഷ്യനാണ് യഹോശാഫാത്ത്. ശ്രദ്ധിക്കണം. എവിടെയെല്ലാം ഭക്തന്മാർ നിലവിളിച്ചിട്ടുണ്ടോ, എവിടെയെല്ലാം ഭക്തന്മാർ കരഞ്ഞിട്ടുണ്ടോ, എവിടെയെല്ലാം ഭക്തന്മാർ കർത്താവിന് മുമ്പിൽ നെടുമ്പാടെ വീണിട്ടുണ്ടോ, അവിടെയെല്ലാം ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങിയിട്ടുണ്ട്. എവിടെയെല്ലാം സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങിയിട്ടുണ്ടോ, അവിടെയെല്ലാം ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ പ്രവാചകന്മാർക്ക് മാത്രമല്ല ദൈവദാസന്മാർക്കും ദൈവം അതിൻ്റെതായ നിലയിലുള്ള ക്രമീകരണങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 50:2 പറയുന്നു, ഞാൻ വന്നപ്പോൾ ആരുമില്ലാതിരിപ്പാൻ, ഞാൻ വിളിച്ചപ്പോൾ ആരും ഉത്തരം പറയാതിരിപ്പാനും സംഗതി എന്ത്? പ്രൈസ് ദി ലോർഡ്. വീണ്ടെടുപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ കൈ വാസ്തവമായി കുറുകിയിട്ടില്ലല്ലോ. സ്തോത്രം. വിടുവിപ്പാൻ എനിക്ക് ശക്തിയില്ലായോ? സ്തോത്രം. ഇതാ എൻ്റെ സ്തോത്രം, ശ്വാസം കൊണ്ട് ഞാൻ സമുദ്രത്തെ വറ്റിച്ചു കളയുന്നു. ഹല്ലേലൂയ. നദികളെ മരുഭൂമിയാക്കുന്നു. സ്തോത്രം. വെള്ളമില്ലാതായാൽ വയലിലെ മത്സ്യം സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ദാഹം കൊണ്ട് ചത്ത് നാറുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം നോക്കൂ, ദൈവം ശക്തിയില്ലാത്ത ദൈവമാണോ? വിടുവിക്കാൻ കഴിവില്ലാത്ത ദൈവമാണോ നമ്മുടെ കർത്താവ്? നിന്റെ ഏത് വിഷയത്തിലും ഒരപ്പൻ തൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നതിനേക്കാൾ നമ്മുടെ കർത്താവ് നമ്മെ ചേർത്ത് പിടിക്കും. പ്രിയരെ, നിന്നെ അവൻ മറുകര കടത്തുവാൻ നിന്റെ കൂടെ എൻ്റെ കർത്താവുണ്ട്. ഇന്ന് പകലിൽ ആ കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. നീ അവൻ വിളിക്കുമ്പോൾ കേൾക്കാതിരിക്കാൻ അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലുള്ള പിതാവേ, പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ, ആഗ്രഹിക്കുന്ന വിഷയങ്ങൾക്ക് ഇന്ന് പ്രഭാതത്തിൽ ദൈവം മറുപടി അയച്ച് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
അത്ഭുതങ്ങളെ ചെയ്യണമേ കർത്താവേ. വിടുതലയക്കണമേ അപ്പ. കൃപയിൽ പൊതിയണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.